മക്കളെ നമസ്കാരം എല്ലാവർക്കും. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിന് ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതാണ് ഹൈഡ്രോ കാർബണും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈഡ്രോ കാർബണിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ, പ്രിപ്പറേഷൻ, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. പ്രിപ്പറേഷനും കെമിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ കഴിഞ്ഞു. പക്ഷേ എല്ലാത്തിലും റിയാക്ഷൻസ് ആണ്. റിയാക്ഷൻസ് എല്ലാം എഴുതി പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് എങ്ങനെ ചോദിക്കും എന്നൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. കഴിഞ്ഞ വർഷം എഴുതിയായതുകൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില റിയാക്ഷൻസ് ഞാൻ ഏറ്റവും ചുരുക്കി പെട്ടെന്ന് അതിൻ്റെ ടെക്നിക് സൈഡിലോട്ട് ഒന്ന് പോവുകയാണ്. നമ്മൾ ആദ്യം പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ ആണ്. ഞാൻ ചില റിയാക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ സമയം കളയാതിരിക്കാൻ വേണ്ടി. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ ആണ്. 4 റിയാക്ഷൻ ആണ് നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത്. ഈ 4 എണ്ണം പഠിക്കാതെ നിങ്ങൾ പോകരുത്. 4 റിയാക്ഷൻസ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് നോക്കിക്കോ മക്കളെ. ഒന്ന് ആൽക്കൈൽ ഹാലൈഡ്, അതിനെ ഹൈഡ്രജനുമായി ചേർത്ത് പ്രവർത്തിപ്പിക്കുന്നു. റിയേജന്റ് സിങ്ക് ബാർ HCl. നമുക്ക് ആൽക്കൈനും HClഉം കിട്ടും. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആൽക്കൈൽ ഹാലൈഡ് ആരുമായി പ്രവർത്തിപ്പിക്കുന്നു? ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിക്കുന്നു. റിയാക്ഷന്റെ എക്സാമ്പിൾ നോക്കിക്കോ മക്കളെ. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ CH3Cl പ്ലസ് H2. എന്താ സംഭവിക്കുന്ന അറിയാമോ? ഇതിന്റെ അകത്ത് ഒരു H ഒരു Clമായി പോകും. പകരം ഇനി ഒരു H ഉണ്ടല്ലോ, ആ H ഇതിന്റെ കൂടെ ചേരും. അപ്പോൾ CH4 പ്ലസ് HCl. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പൊ നിങ്ങൾ ജനറൽ ആയിട്ട് അത് പഠിച്ചു വെക്കുക. എന്താണ്? ആൽക്കൈൽ ഹാലൈഡ് ഹൈഡ്രജനുമായി പ്രവർത്തിച്ചാൽ ആൽക്കൈനും HClഉം കിട്ടും. ആൽക്കൈൽ ഹാലൈഡ് ഹൈഡ്രജനുമായി പ്രവർത്തിച്ചാൽ ആൽക്കൈൻ പ്ലസ് HCl കിട്ടും. ആൽക്കൈൽ ഹാലൈഡ് പ്രവർത്തിച്ച സിങ്ക് ബാർ HCl ആണ് നമ്മൾ എഴുതേണ്ടത്. സിങ്ക് ബാർ HCl എഴുതുമ്പോൾ ദാ ഇവിടെ സംഭവിച്ച ഇതാണ്. Hനെ ഈ Cl കൊണ്ടുപോയി ഒരു H ഇതിൻ്റെ കൂടെ ചേർന്ന് ആൽക്കൈൻ ആയിട്ട് മാറി. ക്ലിയർ ആയല്ലോ? അപ്പൊ അത് ജസ്റ്റ് ഓർത്തിരിക്കുക. രണ്ടാമത്തെ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു നെയ്മഡ് റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷനെ അറിയപ്പെടുന്ന പേര് വുഡ്സ് റിയാക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. വുഡ്സ് റിയാക്ഷൻ എന്നറിയപ്പെടുന്നത് കപ്പിൾഡ് റിയാക്ഷൻ ആണ്. കപ്പിൾഡ് റിയാക്ഷൻ എന്താ മക്കളെ? കപ്പിൾഡ് എന്ന് വെച്ചാൽ രണ്ടുപേര് തമ്മിൽ ചേരുന്നു, അതാണ് കപ്പിൾ. ജോഡികൾ, രണ്ടുപേര് തമ്മിൽ ചേർന്ന് ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടാകുന്നു, അതാണ് വുഡ്സ് റിയാക്ഷൻ. എന്തൊക്കെയാണ് വുഡ്സ് റിയാക്ഷനിൽ പഠിക്കേണ്ടത് നോക്കിക്കേ. 2 ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. 2 ആൽക്കൈൽ ഹാലൈഡ്, 2 സോഡിയം എടുക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഡ്രൈ ഈതറിന്റെ സാന്നിധ്യം ഒന്നും നിങ്ങളോട് ചോദിക്കത്തില്ല. സോഡിയം ഈർപ്പവുമായി പ്രവർത്തിക്കാതിരിക്കാനാണ് ഡ്രൈ ഈതർ എടുക്കുന്നത്. സോഡിയം ഈർപ്പം മോയിസ്ചറുമായി പ്രവർത്തിക്കാതിരിക്കാനാണ്. അത് വിട്ടേര്, നമുക്കിവിടെ എടുക്കാം. 2 ആൽക്കൈൽ ഹാലൈഡ് എക്സാമ്പിൾ നോക്കിക്കോ. 2CH3 CH2 Br ബ്രോമിൻ പ്ലസ് 2Na ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ. ഓക്കെ, ഇനി എങ്ങനെ ഉണ്ടാകുന്ന നോക്കിക്കണം മക്കളെ. ഇവിടെ രണ്ടാണല്ലോ ഇത്. അപ്പൊ 2 Br ഉണ്ട്. അതിനകത്ത് ഇവിടെ 2 സോഡിയം ഉണ്ടല്ലോ. ആ 2 സോഡിയം 2 Br പോകും. അപ്പോൾ എന്തോ ഉണ്ടാകും? 2NaBr ഉണ്ടാകും. സോഡിയം ബ്രോമൈഡ്, 2 സോഡിയം ബ്രോമൈഡ്. അപ്പൊ ഇതിലെ ബ്രോമിൻ പോയി, അടുത്ത ഒരെണ്ണത്തിലെയും ബ്രോമിൻ പോയല്ലോ. അപ്പൊ ഇതിന്റെ ഒരു വാലൻസി പോയി, ഇതുപോലുള്ള മറ്റേതിന്റെയും വാലൻസി പോയി. അവര് രണ്ടുപേരും കൂടി യോജിക്കും. എന്തൊക്കെയാണ് യോജിക്കുന്ന അറിയാവോ? ആദ്യത്തത് CH3 CH2 ആണേ. ഇതുപോലെ ഒരെണ്ണം കൂടിയുണ്ട്. അത് തിരിച്ചിങ്ങോട്ട് എഴുതണം. ഇവിടുന്ന് എഴുതണം CH2 CH3. കണ്ട, ഇതൊരെണ്ണം. ഇങ്ങനെ രണ്ടുപേരും കൂടി ജോയിന്റ് ആകുന്നു. അതാണ് കപ്പിൾഡ് റിയാക്ഷൻ അഥവാ വുഡ്സ് റിയാക്ഷൻ. പിടികിട്ടിയല്ലോ? ഇതിന്റെ ഇക്വേഷൻ എഴുതി പഠിക്കുക. സംഭവിക്കുന്നത് 2 ആൽക്കൈൽ എടുക്കുക, 2 സോഡിയം എടുക്കുക, പ്രവർത്തിക്കുക. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഇവിടെ നിങ്ങൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഡബിൾ നമ്പറുള്ള ആൽക്കൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ 2 കാർബൺ ഉള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 4 കാർബൺ ഉള്ളതായിരിക്കും. മനസ്സിലായല്ലോ? എത്ത് വരുന്ന ഒരു ആൽക്കൈലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുന്നത് ബ്യൂട്ടൈൻ ആയിരിക്കും. ബ്യൂട്ടൈൻ. പിടികിട്ടോ? പ്രൊപ്പ് വെച്ചാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഹെക്സൈൻ ആയിരിക്കും. അങ്ങനെ തന്നെ ഡബിൾ അതാണ് വരുന്നത്. അത് റിയാക്ഷൻ പഠിച്ചു വെക്കുക. അതാണ് വുഡ്സ് റിയാക്ഷൻ. ക്ലിയർ ആയല്ലോ മക്കളെ? ദെൻ അടുത്തത് അതേപോലെ തന്നെ മറ്റൊരു റിയാക്ഷൻ സോഡിയം ആൽക്കോക്സൈഡ് എന്ന് പറയുന്ന സോഡിയം ആസിഡുമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് RCOONA. എടുക്കേണ്ട റിയേജന്റ് NaOH CaO ഇൻ ദ പ്രസൻസ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ അറിയാമോ? ഇതാണ്ട് നോക്കിക്കേ. ഈ പറഞ്ഞ ഏതാണെന്നറിയോ മക്കളെ? ഈ COONA ഉണ്ടല്ലോ, അതും NaOH തമ്മിൽ ചേരും. NaOH അല്ല ചേരുന്നത്,
ഇതുമായിട്ട് അങ്ങ് ചേരുന്നു. അപ്പൊ എന്തൊക്കെ ഉണ്ടാകും? എച്ച് മാത്രം ഇവിടെ അവശേഷിക്കും. ഓക്കെ, എച്ച് മാത്രം ഇവിടെ അവശേഷിക്കും. NaOയുമായിട്ട് പ്രവർത്തിക്കും. COONയും NaOയുമായിട്ട് പ്രവർത്തിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താ അറിയാവോ? ഇവിടെ നോക്കിയേ, 2 Na ഉണ്ട്, അപ്പോൾ Na2. 1 കാർബൺ ഉണ്ട്, C. 3 ഓക്സിജൻ ഉണ്ട്, CO3. Na2CO3. എന്നിട്ട് ഇവിടെ 2 ഇല്ല, ഒരാൾ മതി കേട്ടോ, ഒറ്റ ഒരാൾ മതി. ഈ H ഈ R-ന്റെ കൂടെ അങ്ങ് ചേരും. ഇപ്പൊ ഇവിടെ CH3 ആയിരിക്കുമല്ലോ, അതിന്റെ കൂടെ ഈ H അങ്ങ് എഴുതുമ്പോൾ ആൽക്കൈൻ ആകും. ക്ലിയർ ആയോ? വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചോളുക. CH3 COO NaOH give CaO കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ കൂന മൊത്തത്തിൽ അങ്ങ് പോകും. എന്നിട്ട് ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ CH3യുടെ കൂടെ ചേരുമ്പോൾ CH4 ആകും, ബാക്കി Na2CO3. ഇവിടെ ഈ ബൈ പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് റിയാക്ഷൻ ഇതുമായിട്ട്. അതേപോലെ തന്നെ അടുത്ത റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരു നെയ്മഡ് റിയാക്ഷൻ ആണ്, കോൾബ്സ് ഇലക്ട്രോളിറ്റിക് റിയാക്ഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കാം. വുഡ്സോ കോൾബ്സോ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 റിയാക്ഷൻ ആണ്, എക്സാമിന് ചോദിക്കാം. ഒന്നുകിൽ വുഡ്സ് അല്ലെങ്കിൽ കോൾബ്സ്. കോൾബ്സ് ഇലക്ട്രോളിറ്റിക് റിയാക്ഷൻ നിങ്ങൾ ഇതുപോലെ പഠിക്കുക. ഇവിടെ നിങ്ങൾ 2 സോഡിയം ഗ്രൂപ്പ് എടുക്കണം, 2 പേർ. ഇതിനെ ഇലക്ട്രോളിസിസ് നടത്തുന്നു. ഇവിടെ വെച്ച് ഒരു ബന്ധം വേർതിരിക്കുന്നു. ഇതിന് മൈനസും ഇതിന് പ്ലസും. ഈ മൈനസ് ആനോഡിലേക്ക് എത്തുന്നു. ഇവിടെ വെച്ച് ആറും CO2, ഈ COO എന്ന് വെച്ചാൽ CO2 ആണ്. CO2 വേർതിരിയുന്നു, ഒരാർ അവശേഷിക്കുന്നു തന്റെ ഇലക്ട്രോണുമായിട്ട്. ഇതേപോലുള്ള മറ്റൊരു പ്രവർത്തനം നടക്കും. അങ്ങനെയുള്ള 2 ആറുകൾ തമ്മിൽ ചേർന്ന് എന്തുണ്ടാകും? ഒരു ഹയർ ആൽക്കൈൻ ഉണ്ടാകും. ക്ലിയർ ആയല്ലോ? ഇതാണ് ഹൈഡ്രോ കാർബണിലെ ആദ്യത്തെ ആൽക്കൈന്റെ പ്രിപ്പറേഷനിൽ പഠിക്കേണ്ട മെയിൻ 4 റിയാക്ഷൻ. ഇത് നിങ്ങൾ നിർബന്ധമായി പഠിക്കുക, വുഡ്സും കോൾബ്സും. ക്ലിയർ ആയല്ലോ? ശരി, അടുത്ത നമുക്ക് ആൽക്കീനിലേക്ക് പോകാം. ഓക്കെ മക്കളെ, നമ്മൾ രണ്ടാമത്തതിലേക്ക് പോവുകയാണ്. ആൽക്കീന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 3 എണ്ണം പഠിക്കുക. തൽക്കാലം നിങ്ങൾ 3 എണ്ണം ആൽക്കീന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഠിക്കുക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് ഒരെണ്ണമാണ്. കൂടുതൽ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുക. മറ്റു 2 ജസ്റ്റ് പഠിച്ചിരിക്കുക. നിങ്ങൾ ഇവിടെ അറിയേണ്ട ഒരു കാറ്റലിസ്റ്റിന്റെ പേര് അറിഞ്ഞിരിക്കണം. ലിൻഡ്ലാഡ്സ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്. പലേഡിയം ബാർ കാർബൺ ആണ് അതിന്റെ സിമ്പൽ. പലേഡിയം ബാർ കാർബൺ അല്ലെങ്കിൽ പലേഡിയം ബാർ ബേരിയം സൾഫേറ്റ്, BaSO4 നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, കാർബണിന്റെ റോൾ എന്ന് നിങ്ങളിവിടെ അറിയണ്ട. പലേഡിയം ബാർ കാർബൺ. ഓക്കെ, നമ്മളൊരു ആൽക്കൈൻ എടുക്കുന്നു, ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിക്കുന്നു. പലേഡിയം ബാർ കാർബൺ ആണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്. ഇതിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ആൽക്കീൻ കിട്ടുന്നു, അല്ലെ? നോക്കിക്കേ, CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതിന്റെ കൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. എന്താ സംഭവിക്കുന്നത്? ഒരു ബോണ്ട് പോയിട്ട് ഈ കാർബണിന്റെ കൂടെ ഓരോ ഹൈഡ്രജനും കൂടെ വരുന്നു. CH2 ഡബിൾ ബോണ്ട് CH2. ഇവിടെ പലേഡിയം ബാർ കാർബണും എഴുതിയിരിക്കണം. ഓക്കെ, അവിടെ വേറെ ഒന്നുമില്ല. ഒരു ലിൻഡ്ലാഡ്സ് കാറ്റലിസ്റ്റ് ആയ പലേഡിയം ബാർ കാർബണിന്റെ പ്രസൻസിൽ നമ്മൾ ആൽക്കൈനിലേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു. ഹൈഡ്രജനെ ആഡ് ചെയ്യുമ്പോൾ ആൽക്കൈനിലെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ആ ബോണ്ടിന് പകരമായി 2 ഹൈഡ്രജൻ ആഡ് ആകുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. എന്താണ്? ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. ആ റിയാക്ഷൻ അറിഞ്ഞിരിക്കണം. മക്കളെ, ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. ഒരു ആൽക്കൈൽ ഹാലൈഡ് CH3 CH2 ഓക്കെ, CH2 Cl ആൽക്കൈൽ ഹാലൈഡ്. ഈ ആൽക്കൈൽ ഹാലൈഡിനെ ഏതുമായിട്ട് പ്രവർത്തിപ്പിക്കുന്നു? ആൽക്കഹോളിക് KOH. ഈ റിയേജന്റ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ആരോ മാർഗിന് മുകളിൽ ആൽക്കഹോളിക് KOH കണ്ടാൽ, റീഏജന്റ് ആയിട്ട് ഇത് കണ്ടാൽ ഉറപ്പിച്ചോണം അതേതാണ്? ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ആൽക്കഹോളിക് KOH കണ്ടാൽ ഉറപ്പിച്ചോളുക ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ എന്ന് കേട്ടു? ഇതാണ് നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പുമായി അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആണ് ആൽഫ കാർബൺ. അതിലുള്ള ഹൈഡ്രജൻ ആണ് ആൽഫ ഹൈഡ്രജൻ. ക്ലിയർ ആയല്ലോ? ഫങ്ഷണൽ ഗ്രൂപ്പുമായി അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആൽഫ കാർബൺ, അതിലുള്ള ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ. ആ ആൽഫ കാർബണുമായി അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആണ് ബീറ്റ കാർബൺ, അതിലുള്ള ഹൈഡ്രജൻ ആണ് ബീറ്റ ഹൈഡ്രജൻ. അപ്പൊ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. ഈ ബീറ്റ ഹൈഡ്രജൻ
ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും, ഒരു ക്ലോറിനും ഇറങ്ങിപ്പോകും. ബാക്കി എന്ത് കിട്ടും? CH3CH. ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി, ഇവിടെ CH2 അവിടെ ഉണ്ട്, പക്ഷെ ആര് പോയി? Cl പോയി. ഇപ്പോൾ നോക്കിക്കേ മക്കളെ, ഈ കാർബണിനും ഒരു വാലൻസി കുറയും. അപ്പോൾ ഇവര് തമ്മിൽ ഡബിൾ ബോണ്ട് രൂപീകരിക്കും, അതൊരു ആൽക്കീൻ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇതിനെയാണ് ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ എന്നും അല്ലെങ്കിൽ ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്നും പറയും. ഡീഹൈഡ്രോ ഹാലോജനേഷൻ, ഹൈഡ്രജനും ഹാലോജനും ഇറങ്ങിപ്പോകുന്നു. ക്ലിയർ ആയല്ലോ? പഠിച്ചോണം. ബീറ്റ എലിമിനേഷനിൽ ഈ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചുകൊള്ളണം. ഓക്കെ, മറ്റൊരു റിയാക്ഷൻ ഉണ്ട്. ആൽക്കഹോള് കോൺസെൻട്രേറ്റഡ് H2SO4ന്റെ സാന്നിധ്യത്തിൽ ഹീറ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആൽക്കീൻ കിട്ടും. എന്താണ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ? നോക്കിക്കോ, CH3CH2CH2OH. എന്താണ് റിയാക്ഷൻ നടക്കുന്നത് നോക്കിക്കോണം. നമ്മളുടെ OH, അതായത് ആൽഫ കാർബണിലുള്ള ഈ OHഉം ബീറ്റ കാർബണിലെ ഒരു ഹൈഡ്രജനും കൂടി വാട്ടറായി എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? CH3CH2. ഇവിടെയും ഡബിൾ ബോണ്ട്. വേറെ വ്യത്യാസമൊന്നുമില്ല, രണ്ട് സെയിം റിയാക്ഷൻ ആണ്. ഇവിടെ ഈ ഹാലോജനും ബീറ്റ ഹൈഡ്രജനും, ഇതും അത് തന്നെയാണ്. ഈ OHഉം പകരം ബീറ്റ ഹൈഡ്രജൻ, രണ്ടും സെയിം റിയാക്ഷൻ തന്നെയാണ്. പക്ഷെ ഇതിനെ മാത്രമേ നമ്മൾ ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ എന്ന് പറയുന്നുള്ളൂ. ഇതിനെ വേണേ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ റിയാക്ഷൻ ഒന്ന് നോക്കിക്കൊള്ളുക. ആൽക്കീനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ മക്കളെ, നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ആണ്. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് വിസിനൽ ഡൈഹാലൈഡിൽ നിന്നും എങ്ങനെയാണ് ആൽക്കൈൻ നിർമ്മിക്കുന്നത്. വിസിനൽ ഡൈഹാലൈഡ് നോക്കിക്കേ. വിസിനൽ ഡൈഹാലൈഡിനെ ആൽക്കഹോളിക് KOH, ഞാൻ നേരത്തെ ആൽക്കഹോളിക് KOH ആൽക്കൈൽ ഹാലൈഡിന്റെ കേസിൽ പറഞ്ഞിരുന്നു. ഇവിടെ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് കാർബണിൽ രണ്ട് ഹാലജൻ വരുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തടുത്തുള്ള രണ്ട് കാർബൺ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇവിടെയും വന്നാൽ പരിഗണിക്കരുത്. അടുത്തടുത്തുള്ള രണ്ട് കാർബണിൽ ഹാലജൻ വരുന്നതാണ് വിസിനൽ ഡൈഹാലൈഡ്. അതിനെ ആൽക്കഹോളിക് KOH പ്രവർത്തിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഒരു Br-നെ ഈ K കൊണ്ടുപോകും, ഇവിടുത്തെ H-നെ OH കൊണ്ടുപോകും. എന്തൊക്കെ കിട്ടും? പ്ലസ് KBr പ്ലസ് H2O. ഇത്രയുമാണ് ഇതിന്റെ കൂടെ കിട്ടുന്നത്. ഈ രണ്ട് കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അതിനുശേഷം അതുമായിട്ട് NaNH2 പ്രവർത്തിക്കും. NaNH2 എന്നിട്ട് ഒരു Br-നെ കൊണ്ടുപോകും, NH2 ഒരിടത്ത് ഹൈഡ്രജനെയും കൊണ്ടുപോകും. അപ്പോൾ എന്താകും? അവർക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് വരും. ക്ലിയർ ആയല്ലോ? നിർബന്ധമായിട്ടും ഈ റിയാക്ഷൻ, വിസിനൽ ഡൈഹാലൈഡിൽ നിന്നുള്ള ഈ റിയാക്ഷൻ പഠിക്കുക. രണ്ടാമത് നിങ്ങൾ ഇതിനോടൊപ്പം പഠിക്കേണ്ട മറ്റൊരു റിയാക്ഷനും കൂടിയുണ്ട്. ആ റിയാക്ഷൻ കാണാതെ പഠിച്ചാൽ മതി. CaC2 plus 2H2 gives CaOH twice plus C2H2. ഈ ധൈൻ അഥവാ അസറ്റലിൻ എന്ന് വിളിക്കുന്ന കോമ്പൗണ്ട് ആണ് C2H2. അതൊരു ആൽക്കൈൻ ആണ്. ആൽക്കൈൻ നിർമ്മിക്കുന്ന പ്രശ്നമാണ് കാൽസ്യം കാർബൈഡും H2O തമ്മിൽ ചേർത്ത് പ്രവർത്തിപ്പിക്കുക. ഈ റിയാക്ഷൻ പൂരിപ്പിക്കാനായിട്ട് ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് ഈ റിയാക്ഷനും കൃത്യമായി പഠിക്കുക. ഓക്കെ, അപ്പോൾ മൂന്നിന്റെയും പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മെയിൻ റിയാക്ഷൻസ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ മക്കളെ, ഇനി നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ റിയാക്ഷൻ, ആൽക്കൈന്റെയും മെയിൻ റിയാക്ഷൻ. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. ആദ്യത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. മക്കളെ നോക്കിക്കേ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരാളെ മാറ്റിയിട്ട് ഒരാൾ വരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഏർപ്പെടാൻ കഴിയുന്നത് ആൽക്കൈനുകൾക്കാണ്. ആൽക്കീനും ആൽക്കൈനും അൺസാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ആഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് ആരിലായിരിക്കും? ആൽക്കൈനുകളിലായിരിക്കും. ഓക്കെ, നോക്കിക്കൊള്ളുക. ആൽക്കൈൻ ഹൈഡ്രജൻ ക്ലോറൈഡുമായി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏർപ്പെടും. അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്ന് വേണമെങ്കിൽ ആരോ മാർക്കിന് മുകളിൽ എഴുതാം, അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് എന്നുള്ള രീതിയിൽ UV എന്നും കാണും. പരീക്ഷയ്ക്ക് മിക്കവാറും UV ആയിരിക്കും തരുന്നത്. UV എന്ന് കണ്ടാൽ തെറ്റിദ്ധരിക്കരുത്, സൺലൈറ്റിനെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. അതിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിക്കൊള്ളുക. നമ്മളൊരു CH4 എടുക്കുന്നു. ഇവിടെ ഹൈഡ്രജൻ ഇല്ല കേട്ടോ, തെറ്റിപ്പോയി. ഹൈഡ്രജൻ ഇല്ല, ക്ലോറിനുമായിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് കേട്ടോ. ഹൈഡ്രജൻ ഇല്ല, ഹൈഡ്രജൻ ക്ലോറൈഡും ഇല്ല,
ക്ലോറിൻ മാത്രമാണ് ഈ റിയാക്ഷനിലുള്ളത്. CH4മായി ക്ലോറിൻ പ്രവർത്തിക്കും എന്തോ സംഭവിക്കും, ഇവിടുന്ന് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നു, ഇവിടേക്ക് ഒരു ക്ലോറിൻ കയറുന്നു, CH3Cl ഉണ്ടാകുന്നു. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. തെറ്റിദ്ധരിക്കാൻ ഞാൻ ഇവിടെ എഴുതിയ തെറ്റായിരുന്നു, ക്ലോറിൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ അഡീഷന്റെ കാര്യത്തിലായിരുന്നു അത് വരേണ്ടത്, കൺഫ്യൂസ്ഡ് ആയി പോയതാണ്, സോറി. അപ്പോൾ ആൽക്കൈൻ ക്ലോറിനുമായി പ്രവർത്തിച്ച് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാകുന്നു, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. കമ്പഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട്, വളരെ സിമ്പിൾ ആണ്. അവിടെ നിങ്ങൾ അറിയേണ്ടത് ഏത് ആൽക്കൈനും മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ ഏതായിക്കോട്ടെ, ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ രണ്ടേ പ്രോഡക്റ്റേ ഉള്ളൂ. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഏത് ആൽക്കൈനും ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകും. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് കമ്പഷൻ. അത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ റിയാക്ഷൻ കൂടെ പഠിച്ചിരിക്കണം. കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കൺട്രോൾഡ് അല്ല, ഓക്സിജൻ നമ്മൾ ആവശ്യാനുസരണം വിട്ടുകൊടുക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഓക്സിജനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ചൂടാക്കിയാൽ, ഓക്സിജൻ അനാവശ്യമായി കൊടുക്കാതെ കൺട്രോൾ ചെയ്തുകൊണ്ടാണെങ്കിൽ, കൂടുതൽ കഥകൾ വേണ്ട, ഈ രണ്ട് ഇക്വേഷൻ പഠിക്കുക. നോക്കിക്കേ, കമ്പഷൻ ആണെങ്കിൽ ഇത് തമ്മിൽ പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് കിട്ടേണ്ടത്. ബട്ട് കൺട്രോൾഡ് ഓക്സിഡേഷൻ ആയപ്പോൾ എന്ത് കിട്ടി? ഒരു ആൽഡിഹൈഡും വാട്ടറും കിട്ടി. 2 CH4 എടുത്തപ്പോൾ ഒരു ആൽക്കഹോളും കിട്ടി. കണ്ടോ, ഡിഫറെന്റ് പ്രോഡക്റ്റുകൾ ഉണ്ടാകും. ഇവിടെ ആൽഡിഹൈഡ്, ഇവിടെ ആൽക്കഹോൾ. അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് ഓക്സിജനുമായി പ്രവർത്തിപ്പിക്കാമെങ്കിൽ ആൽക്കൈൻ ഡിഫറന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടും. മക്കളുമാർ തൽക്കാലം ഈ 2 ഇക്വേഷൻ എഴുതി പഠിക്കുക. ദാറ്റ്സ് ഓൾ. അഡീഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കീനോ ആൽക്കൈനോ വേണ്ടിയുള്ളതാണ്. അവർ ഹൈഡ്രജൻ ക്ലോറൈഡുമായി പ്രവർത്തിക്കും. ആൽക്കീനാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആൽക്കൈൻ കിട്ടും. ഇനി ഇവിടെ ആൽക്കൈൻ ആണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ആൽക്കീനാണ്, പിന്നെ അത് പ്രവർത്തിച്ചാണ് ആൽക്കൈൻ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ആ റിയാക്ഷൻ പഠിക്കുമ്പോൾ നിർബന്ധമായും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. മാർക്കോണിക്കോസ് റൂളും ആന്റി മാർക്കോണിക്കോസ് റൂളും എന്താണെന്ന് നിങ്ങൾക്കറിയാം. നെഗറ്റീവ് പാർട്ട് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജനിൽ പോയിരിക്കണം. എന്താണ്? നെഗറ്റീവ് പാർട്ട് ലെസ്സർ നമ്പർ ഹൈഡ്രജൻ പാർട്ടിൽ പോയിരിക്കണം. ഒരൊറ്റ എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl. ഓക്കെ, മാർക്കോണിക്കോസ് റൂൾ ആണെങ്കിൽ ആരോ മാർഗ് മാത്രമേ ഉള്ളൂ. ആന്റി മാർക്കോണിക്കോസ് റൂൾ ആണെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് കാണും, H2O2. ഇവിടെ എന്താ അർത്ഥം? HCl എന്ന് വെച്ചാൽ H പ്ലസും Cl മൈനസുമാണ്. ഈ നെഗറ്റീവ് പാർട്ട് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. നോക്കൂ മക്കളെ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ. അപ്പോൾ ഈ Cl മൈനസ് ഇവിടേക്ക് വരിക, H പ്ലസ് ഇവിടേക്ക് പോവുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? CH3 CH2 CHന്റെ കൂടെ Cl, സിംഗിൾ ബോണ്ട് CH3. കണ്ടോ, ആൽക്കൈനായിട്ട് മാറി. ഇതാണ് മാർക്കോണിക്കോസ് റൂൾ. ആന്റി മാർക്കോണി മീൻസ് ഇവിടെ ഒരു H2O2 കണ്ടാൽ ഇത് ഇവിടെയും കൊടുക്കുക, H ഇവിടെയും കൊടുക്കുക. ഇതേയുള്ള വ്യത്യാസം. നിർബന്ധമായും അത് പഠിച്ചിട്ട് പോയിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇനി ഇതിന്റെ അകത്ത് നമുക്ക് പഠിക്കുവാനുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു റിയാക്ഷൻ ഉണ്ട്. അത് ഞാൻ ചെയ്ത് കാണിക്കാം, വരച്ച് കാണിക്കാം. മക്കളെ, അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് 2 കൂടെ നിങ്ങൾ തൽക്കാലം പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഓസോണോളിസിസ്. ഓക്കെ, ഓസോണോളിസിസ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എന്താണ് ഓസോണോളിസിസ്? നോക്കിക്കോ, ഒരാൽക്കീൻ എടുക്കുക, CH2 ഡബിൾ ബോണ്ട് CH2. ഇതൊരു ഓസോണുമായി പ്രവർത്തിക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക് ബാർ H2O. തെറ്റിപ്പോകരുത്. ആൽക്കീൻ ഓസോണുമായി പ്രവർത്തിക്കുന്നു. ക്ലിയർ ആയല്ലോ? എങ്ങനെയാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നതെന്ന് വരച്ച് കാണിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഈ ഡബിൾ ബോണ്ട് ഫുള്ളായിട്ട് ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് രണ്ടും അകത്തി എഴുതുക. കണ്ടോ, CH2വിന്റെ ഇടയ്ക്കല്ലേ മക്കളെ ഡബിൾ ബോണ്ട് വന്നിരുന്നത്. ഞാൻ ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. ഇനി ചെയ്യേണ്ട എന്താ അറിയാവോ? ഓസോൺ 3 ഓക്സിജൻ ഉണ്ടല്ലോ, ഈ 3 ഓക്സിജൻ കണ്ട് ഇവിടേക്കാണ്, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം വേണ്ടി, ഇങ്ങനെ കൊടുക്കുക. ഈ കാർബണും ഈ ഓക്സിജനും തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് കൊടുക്കുക, ഇത് തമ്മിൽ സിംഗിൾ ബോണ്ട് കൊടുക്കുക, ഇങ്ങോട്ടും ബോണ്ട് കൊടുക്കുക, ഇവര് തമ്മിലും ബോണ്ട് കൊടുക്കുക. തീർന്നു പരിപാടി. കണ്ടല്ലോ, പിടികിട്ടിയല്ലോ? ഓസോണോളിസിസ് ആണ്, നിർബന്ധമാണ്. ഇനി ഇതിന്റെ ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ പൊസിഷൻ വെച്ച് ബ്രേക്ക് ചെയ്യുക, ഈ പൊസിഷൻ വെച്ച് ബ്രേക്ക് ചെയ്യുക, ഓക്സിജൻ ഒറ്റയ്ക്ക് വിടുക. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മുടെ കിട്ടിയ പ്രോഡക്റ്റ് നോക്കിയാൽ മക്കളെ, CH2O എന്ന് വെച്ചാൽ HCHO, അടുത്തതും HCHO. ഇത് 2 ആൽഡിഹൈഡ് ആണ്. ഏതാണ്?
ആൽഡിഹൈഡ്. ക്ലിയർ ആയല്ലോ? ഈ പ്രവർത്തനമാണ് ഏതെന്ന് പറയുന്നത് ഓസോണോളിസിസ് എന്ന് പറയുന്നത്. നിർബന്ധമായി പഠിച്ചിരിക്കണം. ഞാൻ എഴുതിയത് ഒന്നുകൂടെ കാണുക, അതിനുശേഷം അത് പഠിക്കുക. അതേപോലെ തന്നെ നിർബന്ധമായി നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ബെൻസീൻ പ്രിപ്പയർഡ് ഫ്രം ഈഥൈൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബെൻസീൻ ഫ്രം എവിടെ നിന്ന്? ഈഥൈൻ. ഈ ദൈനിൽ നിന്ന് ബെൻസീൻ നിർമ്മിക്കണം. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമായിട്ട് ഒരു റിയേജന്റ് ഉണ്ട്, റെഡ് ഹോട്ട് അയൺ ട്യൂബ്. ഓക്കെ, റെഡ് ഹോട്ട് അയൺ ട്യൂബ് പഠിച്ചിരിക്കണം, നിർബന്ധമായ കാര്യമാണ്. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, 873 കെൽവിൻ. ബെൻസിൻ ഈഥൈനിൽ നിന്ന് നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കൊന്ന് വരച്ചു നോക്കാം. ഈഥൈൻ എന്ന് വെച്ചാൽ സി ട്രിപ്പിൾ ബോണ്ട്, CH ആണ്. ഇത് ഈ ട്രിപ്പിൾ ബോണ്ടിൽ ഒരു ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് എന്താ അറിയോ, ഇങ്ങനെ ഒരു നിൽക്കും. 2 CH ഇവിടെ നിൽക്കും, ഒരു CH ഇവിടെ, അടുത്തത് ഇവിടെ, അടുത്തത് ഇവിടെ, അടുത്തത് ഇവിടെ. ഓക്കെ, ഇവര് തമ്മിൽ ഡബിൾ ബോണ്ട്, അതിൽ ഒരു ബോണ്ട് ഇങ്ങോട്ട് കൊടുക്കും. ഇവര് തമ്മിൽ ഡബിൾ ബോണ്ട്, ഒരു ബോണ്ട് ഇങ്ങോട്ട് കൊടുക്കും, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. ഇപ്പൊ എന്തോയി? ബെൻസീനായി. പിടികിട്ടിയല്ലോ? അപ്പൊ ഇതുപോലെ അങ്ങ് പഠിച്ചാൽ മതി. ഈഥൈനിൽ നിന്നും ബെൻസീൻ നിർമ്മിക്കാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റിയേജന്റ് റെഡ് ഹോട്ട് അയൺ ട്യൂബും 873 കെൽവിനും, റെഡ് ഹോട്ട് അയൺ ട്യൂബും 873 കെൽവിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബെൻസീൻ ഫ്രം ഈഥൈൻ. ക്ലിയർ ആയല്ലോ? ഇനി ഇതിനോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും അസൈലേഷനും. അത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആൽക്കൈലേഷൻ ആകുമ്പോൾ CH3Cl ആണ് റിയേജന്റ്, അസൈലേഷൻ ആകുമ്പോൾ CH3COCl ആണ്. ഇത് ആൽക്കൈലേഷൻ, ഇത് അസൈലേഷൻ. പിടികിട്ടിയല്ലോ? ബെൻസീനിലേക്ക് കൊണ്ടുവന്നങ്ങ് കൊടുത്താൽ മതി. അതായത് ഇത് ബെൻസീൻ ആണെങ്കിൽ ഇവിടേക്ക് CH3 കൊടുത്താൽ അത് ആൽക്കൈലേഷൻ, ഇവിടെ COCH3 കൊടുത്താൽ അത് അസൈലേഷൻ. ക്ലിയർ ആയല്ലോ? ഹൈഡ്രോ കാർബണിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അത്രയുമാണുള്ളത്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടിയുണ്ട്, അത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ന്യൂമാൻസ് പ്രൊജക്ഷനും സോഹോഴ്സ് പ്രൊജക്ഷനും അത് നിങ്ങൾ കൃത്യമായി പഠിക്കണം എന്ന് മാത്രം പറയുന്നു. അത് ഞാൻ പല തവണ വരച്ച് കാണിച്ചിട്ടുള്ളതായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ന്യൂമാൻസ് പ്രൊജക്ഷനും സോഹോഴ്സ് പ്രൊജക്ഷനും അതുകൂടെ പഠിക്കുക. ഈ പറഞ്ഞതിൽ നിന്ന് മാത്രമേ ഓർഗാനിക്കിൽ നിങ്ങൾക്ക് ചോദ്യം കിട്ടത്തുള്ളൂ, ഉറപ്പാണ്. ഞാൻ ഈ പറഞ്ഞ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാതെ ഒരാളും പോകരുത്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നന്നായി ചെയ്തു നോക്കേണ്ടത് ചെയ്തു നോക്കുക, മനസ്സിരുത്തി പഠിക്കേണ്ടത് മനസ്സിരുത്തി പഠിക്കുക, കാണാതെ പഠിക്കേണ്ടത് തലച്ചോറിലേക്ക് കയറ്റിയിടുക. ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റിന്റെ പേര്, റിയേജന്റിന്റെ പേര് തിരിഞ്ഞു പോകരുത്. ആൽക്കീൻ ആൽക്കൈൻ ആൽക്കൈൻ തിരിഞ്ഞു പോകരുത്. സോഹോഴ്സ് പ്രൊജക്ഷൻ ന്യൂമാനും എങ്ങനെയാണ് സ്ട്രക്ചർ വരയ്ക്കേണ്ടത്, പടം വരയ്ക്കേണ്ടത്. എക്ലിപ്സിനും സ്റ്റാഗേർഡും ക്ലിയർ ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? അറിയാൻ പറ്റുന്നത് അതൊന്നുകൂടെ പഠിക്കുക, പഠിച്ചിട്ട് പോവുക. എല്ലാവർക്കും നല്ല പരീക്ഷ ആയിരിക്കും, നന്നായിട്ട് എഴുതാൻ കഴിയും. എല്ലാവിധമായ ആശംസകളും ഉണ്ടായിരിക്കും. ഓക്കെ, ബൈ.